താമസീദേവി ഭാവം മഹിഷാസുര നിഗ്രഹാർത്ഥം സർവദേവാംശമായ രാജസ്വഭാവത്തിലുള്ള മഹിഷാസുരമർദ്ദിനിയായി ആവിർഭവിച്ച് ത്രിലോകത്തെ രക്ഷിച്ചരുളുന്ന മഹാശക്തി. ശുംഭനിശുംഭന്മാരിൽ നിന്നും ജഗത്രയ രക്ഷയ്ക്ക് കൗശികയായി സ്വാത്വിക രൂപം കൈക്കൊള്ളുന്ന പരാശക്തി. ആർട്ടിസ്റ്റ് പ്രവീൺ ശോഭാസ് ഭക്തിപുരസ്സരം സമർപ്പിക്കുന്നു. ഈ പരിതസ്ഥിതിയിൽ ഏതൊരു ശക്തിക്കും പാർവതിയെ തടയാനാകില്ല. എന്നാൽ നമുക്കൊന്നു മാത്രമറിയാം, പാർവതിക്ക് തന്റെ പത്നീധർമ്മം ലംഘിക്കുവാൻ ഒരിക്കലും സാധിക്കുന്നതേയല്ല. നാം ഭയപ്പെടുന്ന പോലെ തന്നെ നമുക്ക് അപരാധം സംഭവിച്ചിരിക്കുകയാണ് സ്വാമി. നമ്മോട് ക്ഷമിച്ചാലും സ്വാമി. ആദിശക്തി സ്വന്തം ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായും നിർവഹിച്ചിരിക്കുകയാണ്. ഇന്ന് ഭവതിയാൽ മാതൃധർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. നീ നമ്മുടെ അർത്ഥാഗ്നിയായതിനാൽ നാം ഇന്ന് അത്യധികം പ്രസന്നനായിരിക്കുകയാണ്. ലോകത്തുണ്ടാകുന്ന ആപത്തുകളെ നശിപ്പിച്ച് നിന്നെ ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾക്ക് അഭയം നൽകി അഭീഷ്ടദാനം നടത്തുന്നവളായി തീരും. അതുകൊണ്ട് എല്ലാവരും നിന്നെ മംഗളദേവി എന്ന് വാഴ്ത്തി സ്തുതിക്കും. നീ ലോകത്തിലെ അധർമ്മനാശിനിയും ഭവാനിയുമായി വാഴ്ത്തപ്പെടും. ഭൂതപ്രേത പിശാചാദികൾ നിന്റെ നാമം കേട്ടാൽ ഓടിയൊളിക്കും. മംഗളയും ഭവാനിയും ഭദ്രയുമെല്ലാം നീ തന്നെയാണ്. అంతకాంతని సతి అగ్నితప్తమైనది నేను త్యాగమిచ్చిత